നമസ്കാരം. നമ്മുടെ മുസ്ലിം ലീഗ് മര്യാദക്കാരായോ? അങ്ങനൊരു സംശയം ഈ അടുത്തിടയിൽ എന്നിലുണ്ടായി. അതിന് കാരണം അവരുടെ സത്യപ്രതിജ്ഞയായിരുന്നു. സത്യപ്രതിജ്ഞ വേളയിൽ രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന്, അവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നുള്ള ഒരു സത്യപ്രതിജ്ഞ അവർ പൂർണ്ണമായും ഒഴിവാക്കി. അവരുടെ എല്ലാ മന്ത്രിമാരും, ഇപ്പോൾ അധികാരത്തിലേറ്റുള്ള MLA-മാരെല്ലാം ഒഴിവാക്കി. കുഞ്ഞാലിക്കുട്ടി മാത്രം സൃഷ്ടാവിൻ്റെ എന്നുകൂടി ചേർത്തു അതിൽ. രണ്ടാമത്തേത്, ഈ ഒട്ടകത്തിൻ്റെ ചാണകം ഉണങ്ങിയതുപോലുള്ളൊരു തൊപ്പി അവർ സ്ഥിരമായിട്ട് തലയിൽ വയ്ക്കുക, ഒരു തുർക്കി തൊപ്പി എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ആ ഒരു അശ്ലീല വസ്ത്രധാരണം അവരിൽ അധികം പേരിലും ഇത്തവണ കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായൊരു ചിന്തയും അന്വേഷണവും നടത്തിയപ്പോൾ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് അതിൻ്റെ കാരണം BJP ആണ്. അല്ലെങ്കിലും BJP ഈ ഫാഷിസത്തിൻ്റെ ശക്തികളാണെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ അത് സത്യമാണെന്ന്. എന്ന് പറഞ്ഞാൽ BJP നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ കുഞ്ഞാലിക്കുട്ടിയെ കൂമ്പിനടിച്ച് തിഹാർ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. തിരുവനന്തപുരം നഗരസഭ BJP നേടിയപ്പോൾ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അവരവരുടെ ഇഷ്ടദേവന്മാരുടെ നാമത്തിലായിരുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി BJPയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആദ്യം അതിൻ്റെ അപകടം മണത്തത് മുസ്ലിം ലീഗാണ്. കാരണം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കേസ് കോടതിയിൽ എത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വാദവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രവും വീഡിയോകളും എല്ലാം കോടതിയിൽ പരിശോധിക്കപ്പെടും. ഒന്നുകിൽ അതൊരു വലിയ ചർച്ചാ വിഷയമാകും. ഒപ്പം അതിൻ്റെ ചർച്ചാ വിഷയത്തിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അയ്യപ്പനെക്കുറിച്ചോ വാദത്തിൻ്റെ ഒരു ശരിക്കും പരാശരനെ പോലുള്ള വലിയ ഗരിമയുള്ള അഭിഭാഷകരാണിത് വാദിക്കുന്നതെങ്കിൽ അവർ വാദിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇപ്പോൾ അയ്യപ്പൻ എന്തിന് സാധാരണ പ്രാദേശിക ദൈവങ്ങളായിട്ടുള്ള ഈ LI സ്വാമി എന്ന് പറയും, ഒരു പ്രത്യേക പ്രദേശത്തിന് മാത്രമുള്ള, ഇപ്പോൾ കറുപ്പ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഒരു പ്രത്യേക അതിർത്തിക്കുള്ളിൽ മാത്രം ശക്തിയുള്ള പ്രാദേശിക ദൈവങ്ങൾ ഉൾപ്പെടെ അവരെല്ലാം തന്നെ ഭാരതത്തിൻ്റെ മണ്ണിലുള്ള ദൈവങ്ങളാണ്, ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുള്ള ദൈവങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വിദേശ ദൈവമാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആരെയായിരിക്കും ദോഷകരമായി അത് ബാധിക്കുന്നത്? മുസ്ലിം ലീഗിനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതവാദ സംഘടനകളെ ആയിരിക്കും, അള്ളാഹുവിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വം അവർ അള്ളാഹുവിൻ്റെ അടുത്ത് തൽക്കാലം ഒന്ന് മാറിയിരിക്കൂ, ഞങ്ങൾ പോയി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്ക് സൃഷ്ടാവ് എന്നുള്ള, ഇതിപ്പോൾ ഈ അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നുള്ളൊരു ധാരണ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതും കൂടി കൂട്ടിച്ചേർത്ത് ചെയ്യാം. അല്ലാതെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധാരണയിലെത്തിയത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആന്തരിക വൃത്തങ്ങൾ തന്നെ നമ്മളോട് രഹസ്യമായി പറയുന്നതും അതുതന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടകച്ചാണകം ഉണങ്ങിയതുപോലുള്ള ഒരു തൊപ്പി അവർ ഒഴിവാക്കി. ഒരു പാണക്കാട്ടെ ശിഹാബ് അലി മാത്രമേ അത് തലയിൽ വെച്ചുകൊണ്ട് വന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മുസ്ലിം ലീഗ് നന്നായോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവർക്ക് വിലപേശലിലൊട്ടും പിന്നോക്കം പോകുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവർ വിലപേശുന്ന കാര്യത്തിൽ, അധികാരത്തിന് വേണ്ടി വിലപേശുന്ന കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും അവർ പിന്നോട്ട് പോയിട്ടില്ല. യാതൊരു സമരസത്തിനും അവർ തയ്യാറല്ല എന്നവർ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചവർ VD സതീശനെ മുഖ്യമന്ത്രിയാക്കി. അവരുടെ നോമിനിയായി തന്നെ മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന തടയുവാൻ അവർ ശ്രമിച്ചു നോക്കി. പക്ഷേ നടന്നില്ല. അതിന് പകരമായി വിലപേശി അവർ നിരവധി പ്രധാനപ്പെട്ട വകുപ്പുകൾ സ്വന്തമാക്കി. അതിൽ വിദ്യാഭ്യാസം, വ്യവസായം, തദ്ദേശം, പൊതുമരാമത്ത്, അതിൽ തന്നെ ഏറ്റവും ആശങ്കാജനകമായത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തദ്ദേശവും പൊതുമരാമത്തും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ശക്തി പ്രകടനം അവർ നടത്തി. ഒപ്പം തന്നെ പാണക്കാട് ശിഹാബ് അലി യാതൊരു കാര്യവുമില്ലാതെ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ലോക് ഭവനിൽ മന്ത്രിമാരുടെ പട്ടിക കൈമാറുവാൻ പോയ, അല്ലെങ്കിൽ മന്ത്രിമാരും നിയുക്ത മന്ത്രിമാരും നിയുക്ത മുഖ്യമന്ത്രിയും ഗവർണറെ സന്ദർശിക്കാൻ പോയ അവസരത്തിൽ വലിഞ്ഞു കയറി പാണക്കാട്ടെ ശിഹാബ് അലി ചെന്നിരുന്നു. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. ഗവർണർ നർലേക്കറുടെ പ്രവർത്തികളിലെല്ലാം എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്, ആദരവാണ്. പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ലോക് ഭവനിൽ നിന്ന് ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിമർശകർ, ഇതിനെതിരഭിപ്രായമുള്ളവർ പറയും, പല BJP സർക്കാരിൻ്റെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, അല്ലെങ്കിൽ BJP സർക്കാർ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലും നിയമസഭയിൽ ജൈന സന്യാസിമാരെ, നഗ്നരായ ജൈന സന്യാസിമാരെ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പോൾ പാണക്കാട് ശിഹാബ് അലി ലോക് ഭവനിൽ
മുഖ്യമന്ത്രിയോടൊപ്പം സന്ദർശിച്ചാൽ എന്താണ് കുഴപ്പം? അദ്ദേഹം ഒരു സാമുദായിക നേതാവല്ലേ? അവിടെയാണ് പ്രശ്നം. കാരണം ഈ ജൈന സന്യാസിമാർ, നഗ്ന സന്യാസിമാരാകട്ടെ, അഘോരികളാകട്ടെ, ഇവരെല്ലാം കൊണ്ടുവരുന്ന ആ കാര്യപരിപാടിക്ക് ആത്മീയതയുടെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു ആത്മീയാചാര്യൻ വന്ന് പ്രസംഗിക്കുവാൻ പോകുന്ന ഒരു ചടങ്ങ്, അല്ലാതെ നിയമസഭയുടെ ധനകാര്യ സമ്മേളനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ജൈന സന്യാസി അവിടെ വന്ന് ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ആത്മീയമായിട്ടുള്ളൊരു പ്രഭാഷണത്തിനോ അല്ലെങ്കിൽ ഒരു ചടങ്ങിനോ വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവരികയാണ് അവിടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നത്. വ്യത്യാസമുണ്ട്. ഷിഹാബ് അലി അവിടെ വലിഞ്ഞു കയറി മുഖ്യമന്ത്രിയും നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഗവർണറെ കാണാൻ പോകുമ്പോൾ ഈ നിയുക്ത മന്ത്രി അല്ല എന്നുള്ളത് പോട്ടെ, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലുമല്ല ഈ ഷിഹാബ് അലി എന്ന് പറയുന്നൊരു വ്യക്തി. ഒരു മത സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പരമോന്നത നേതാവ്, ഈ ആയത്തുള്ള ഖമേനി ഇറാൻ്റെ പരമോന്നത നേതാവാണ് എന്നവർ പറയുന്നത് പോലെ മുസ്ലിം ലീഗ് അങ്ങനെ കാണുന്നു. ഭാരതത്തിൻ്റെ ഭരണഘടന യാതൊരു തരത്തിലുള്ള നിയമസാധുതയും ഈ ഷിഹാബ് അലിയുടെ മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് നൽകുന്ന പട്ടത്തിന് നൽകിയിട്ടില്ല. എന്ത് പട്ടമാണെങ്കിലും, അതിനിപ്പോൾ ഖലീഫയാണെന്നോ അമീറാണെന്നോ പരമോന്നത നേതാവാണെന്നോ മർഹൂമാണെന്നോ മുർത്തദാണെന്നോ എന്താണെങ്കിലും അവരെന്ത് ഗ്രാമ്യ ഭാഷയിൽ വിളിച്ചാലും അതിന് ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു അംഗീകാരവുമില്ല. അതുകൊണ്ട് തന്നെ നിയുക്ത മുഖ്യമന്ത്രിയും നിയുക്ത മന്ത്രിമാരും ഗവർണറെ കാണുമ്പോൾ, സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള തലവനായ ഗവർണറെ കാണുമ്പോൾ ഷിഹാബ് അലിയുടെ സാന്നിധ്യം അനൗചിത്യപരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു അനുചിതമാണ്, ഒരു അശ്ലീലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വലിഞ്ഞു കയറി ചെന്നതാണ്. ഗവർണറുടെ ലോക് ഭവൻ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അതും മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി പ്രകടനം തന്നെയാണ്. കാരണം പാണക്കാട് ഷിഹാബ് അലി വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം, പ്രത്യേകിച്ച് ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതെ ലോക് ഭവനിൽ വരെ കടന്നു ചെല്ലും എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു പവർ പ്ലേ ആയിരുന്നു അത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് നിരവധി ഭീകരവാദ സംഘടനകളുടെ ഏകോപനം തങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടെന്ന് വളരെ അഭിമാനപൂർവ്വം സ്വന്തം പ്രസിദ്ധീകരണങ്ങളിലൂടെ വിളിച്ചു പറയുന്ന ആ സംഘടനയെ വർഗീയ സംഘടനയല്ല എന്നുള്ള ക്ലീൻ സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് വി.ഡി. സതീശൻ നൽകിയിരുന്നു. ഇനി എങ്ങനെയായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയെ സതീശൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സതീശനേക്കാൾ ഉപരി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ചോദ്യമാണ്. കേരള സമൂഹം ഒട്ടാകെ അത്തരത്തിലൊരു പ്രവൃത്തി, അല്ലെങ്കിൽ ഇവരെ ഏത് തരത്തിലായിരിക്കും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ആശങ്കയോടുകൂടി നോക്കിയിരിക്കുന്നൊരു കാര്യമാണ്. കാരണം വ്യക്തിപരമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതവാദികളായിട്ടുള്ള ഒരു മതഭ്രാന്തന്മാരാണ് അല്ലെങ്കിൽ മതവാദ സംഘടനയാണ് എന്ന് ഞാൻ പലപ്പോഴും പ്രേക്ഷകരുമായിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമുക്കൊരു വശത്തേക്ക് മാറ്റിവെക്കാം. അവർ തന്നെ പറയുന്നുണ്ട് അവർ മതവാദ സംഘടനയാണ്. ഇപ്പോൾ അവർ പറയുന്നു നിരവധി ഭീകരവാദ സംഘടനകളെ, രാജ്യം നിരോധിച്ചിട്ടുള്ള നിരവധി ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ ജാജലമാന്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്ന ഒരു മതവാദ സംഘടനയെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും UDF സർക്കാരും, അതിൽ തന്നെ UDF സർക്കാരിലെ ഏറ്റവും വലിയ കക്ഷിയായ, ഏറ്റവും പ്രാധാന്യമുള്ള കക്ഷി എന്ന് സ്വയം ഭാവിക്കുന്ന കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് CPM ആണ്. ഈ പ്രബോധനം എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ എന്തോ ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിലാണ് അവർ ഈ അവകാശവാദം വളരെ അഭിമാനപൂർവ്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഭീകരവാദ സംഘടനകളുടെ ഏകോപനം സംബന്ധിച്ചും തത്വമേ ന്യൂസ് വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. പ്രേക്ഷകർ അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണുക. കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭ്യമാവും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, എന്താണ് അതിൻ്റെ ഒരു ഉള്ളുകള്ളികൾ എന്നുള്ളതിനെ സംബന്ധിച്ച്. പക്ഷേ ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ CPM ആയതുകൊണ്ട് തന്നെ അവരിനി ഈ പ്രശ്നത്തെ കൂടുതൽ കയ്യിലെടുക്കുവാനോ ഇതുമായി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായിട്ടുള്ള പിടിപാടുകൾ CPM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അകത്തുമുണ്ട്. അപ്പോൾ ഇത് ആരുടെ ബാധ്യതയായിട്ട് വരുന്നു? BJPയുടെ ബാധ്യതയായിട്ട് വരുന്നു. BJPയുടെ 3 MLA മാർ ഇനി ഈ പ്രശ്നം നിയമസഭയിൽ
നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എങ്ങനെ ഉന്നയിക്കുന്നു, ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും അത് എത്രത്തോളം കാര്യഗൗരവത്തോടുകൂടി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും UDF സർക്കാരും കൈക്കൊള്ളും അല്ലെങ്കിൽ ഉൾക്കൊള്ളും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മേലുള്ള തുടർ നടപടികൾ. ആ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ആ നടപടികൾ എന്തായിരിക്കും, അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണമെന്നുള്ള വ്യക്തിപരമായ ആഗ്രഹത്തോടുകൂടി തന്നെ പറയുന്നു. നടപടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം UDF സർക്കാരിന് ജമാഅത്തെ ഇസ്ലാമിയെ പിണക്കിക്കൊണ്ട് തൽക്കാലം മുന്നോട്ട് പോകുക അസാധ്യമാണ്. അത് വിവിധ കാരണങ്ങൾ കൊണ്ട്. ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നുള്ളത് ഭയമല്ല. ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. മുസ്ലിം ലീഗ് ഒന്നടങ്കം UDF മന്ത്രിസഭയിൽ നിന്ന് വിട്ടുപോയാലും ഭൂരിപക്ഷം തൽക്കാലം നഷ്ടപ്പെടില്ല. പക്ഷേ അതിനും അപ്പുറത്തുള്ള പല കടപ്പാടുകളും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോടും മുസ്ലിം ലീഗിനോടുമുണ്ട്. അത് തന്നെ ഒരുപക്ഷെ അവരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കടുത്ത നടപടികൾ, അതായത് കൃത്യമായി ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ എടുക്കേണ്ട നടപടികൾ എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞേക്കാം. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.